SCRT 5th ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ചങ്ങാതി. ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് അനന്യ മലയാളം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് അസമിലാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടിയത് അസമിലും. ഇന്ത്യയിലെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ സംസ്ഥാന ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചത് പട്ടം താണുപിള്ളയാണ്. വർഷം 1961. വർഷം 1961. വാസ്കോഡ് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് മാനുവൽ ഫസ്റ്റ്. വാസ്കോഡ് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് മാനുവൽ ഫസ്റ്റ്. വാസ്കോഡ് ഗാമ കേരളത്തിലെത്തിയത് 1498 മെയ് 20. വാസ്കോഡ് ഗാമ കേരളത്തിലെത്തിയത് 1498 മെയ് 20. ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോവ്. ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോവ്. മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം 1917 മെയ് 29. സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. 1917 മെയ് 29 സംഘടിപ്പിച്ചത്. 2017 കേരള ഗവൺമെൻറ് 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം. 2017 കേരളത്തിൽ 100ാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യാഥാസ്ഥികർ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയനയ്യപ്പൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യാഥാസ്ഥികർ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയനയ്യപ്പൻ. പന്തി ഭോജനം സംഘടിപ്പിച്ചത് തക്യാടയ്യയും സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളുമാണ്. പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ. 1943 ബംഗാൾ ഭക്ഷ്യക്ഷാമ കാലത്ത് എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 30 ലക്ഷം. 1943 ബംഗാൾ ഭക്ഷ്യക്ഷാമ കാലത്ത് കൊല്ലപ്പെട്ടത്